ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു പൊത്ത വീഡിയോർക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് എവിടെയാണെന്നറിയോ? ഇത് തൊടുപുഴയാണ്. ഞങ്ങൾ തൊടുപുഴ അല്ലറയിലെ പരിപാടികളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഷൂട്ടിങ്ങുകളും കാര്യങ്ങളോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടി കേട്ടോ. ഇവിടെ ഒരു അരിക്കുത്തെന്ന് പറഞ്ഞ സാധനം, അരിക്കുത്ത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തൊമ്മൻകുത്ത്, മറ്റേ ആനച്ചാടിക്കുത്ത്, ഇവരെല്ലാം മറ്റേ ഇവിടെ എല്ലാം വെള്ളച്ചാട്ടത്തിനെല്ലാം ഇങ്ങനെ പേരിട്ടേക്കണേ. അപ്പോൾ ഞങ്ങൾ മലങ്കര ഡാമിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ മലങ്കര ഡാമിൻ്റെ രണ്ടാമത്തെ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് പുറകോട്ട് വരുമ്പം അവിടെ കരിക്കൊക്കെ വയ്ക്കുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് ഒരു ചെറിയ ഓഫ് റോഡാണ് കേട്ടോ. അവിടുന്ന് അങ്ങോട്ടേക്ക് വണ്ടി അവിടെ നിർത്തിയിട്ട് നടന്നു പോയാലും നമുക്ക് എത്താം. അല്ലാണ്ട് അപ്പുറത്തൊരു വഴിയുണ്ട്, അപ്പുറത്തൊരു വഴിക്ക് ചുറ്റുകൂട്ടില്ല. അതേസമയം നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ മറ്റേ ബൈക്കും കൊണ്ടാണ് പോയതുകൊണ്ട് ഞങ്ങളങ്ങ് ചാടിക്കറി പോയി. പക്ഷെ നല്ല മനോഹരമായ സ്ഥലം കേട്ടോ. നമ്മളവിടെ ഒരു 3-4 പിള്ളേർ തന്നെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷേ അമ്മമാരുമായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ അയക്കാത്ത അവന്മാർ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് നല്ല സങ്കടമുണ്ട്. കാരണം അവന്മാർ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ പറഞ്ഞു. അവന്മാരത് കഴിഞ്ഞ് മോസ്കോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോവാം, അവിടെ പോയി വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിന് പറ്റിയില്ല. എപ്പോഴെങ്കിലും അവന്മാരെ കാണുമ്പം അവന്മാരെ നമ്പരെ കൊടുത്തിട്ടുണ്ട്, അവന്മാർ വിളിക്കുമായിരിക്കും കണ്ടു കഴിഞ്ഞാൽ. ഇത് കണ്ടല്ലോ, അത് ആ മുകളിലൊരു പൈപ്പ് ഇട്ടേക്കണമെന്ന് വെച്ചാൽ ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഒരു ടാങ്കിലോട്ട് ഒഴിക്കുന്നുണ്ട്. ആ ടാങ്കിൽ നിന്ന് മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളം, നല്ല അടിപൊളി അന്തരീക്ഷം. പിന്നെ ഇറങ്ങുന്നവരൊക്കെ അവനവൻ്റെ റിസ്കിൽ ഇറങ്ങിക്കണം കേട്ടോ. ഇതിനവിടെ ഉത്തരവാദിത്വമൊന്നുമില്ല. അതിന് മുകളിൽ കൂടെ കനാലാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോകുന്ന അത് വേറൊരു കനാലാണ്. ആ കനാൽ പാലം കൂടെ കേട്ടോ. അത് ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരുന്നില്ല. പക്ഷേ അതിന് ഞായർ ശനിയൊക്കെ നല്ല തിരക്കാന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. എന്താന്ന് പറഞ്ഞാലും വെള്ളച്ചാട്ടവും നമ്മുടെ തണുത്ത വെള്ളമൊക്കെ നമുക്കൊരു സുഖമല്ലേ. അതിന് നല്ലൊരു സ്ഥലം കേട്ടോ. ഈ തൊടുപുഴയിലെ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്, പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. എന്തെങ്കിലും യാത്ര ചെയ്യുമ്പം ഇത് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരിക, കുറച്ച് സമയം ആസ്വദിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇതിൻ്റെ ഒഴുക്ക് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഒഴുക്ക് കൂടുതലും കുറവുള്ള ഭാഗങ്ങൾ, അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും പോയി അപകടത്തിൽപ്പെടരുത്. വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ. ഇതേ കണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ആ മറ്റേ കനാലിൽ കൂടെ മറ്റേ ഒരു കനാൽ പാലം എന്ന് പറഞ്ഞില്ല, അതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അത് ഇതിൽ താട്ടൊക്കെ വരുമ്പോഴത്തേന് ഒഴുക്കിന് ശക്തി കൂടുതലുണ്ട്. പക്ഷേ മേളിലോട്ടങ്ങനില്ല, തട്ടും തടവും പാറയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഒത്തരം അന്തരീക്ഷമാണ്. എന്നാ പറയുന്നത് വെച്ചാൽ ഒന്നും പറയാനില്ല. അവിടെ ഒരു സാധനങ്ങൾ വേസ്റ്റോ കാര്യങ്ങളൊന്നും കൊണ്ടിടാതെ ശ്രദ്ധിക്കുക. അത് ഒരു വേസ്റ്റും ഒന്നുമില്ല. നല്ല സുന്ദരമായൊരു പ്രദേശമാണ്. നമുക്ക് ഭൂമി അല്ലെ പ്രകൃതി അനുകരിച്ച് ചെന്നേക്കുന്ന നല്ലൊരു അടിപൊളി സ്ഥലം. അപ്പം ആര് വന്നു പറഞ്ഞാലും പ്രത്യേകം ശ്രദ്ധിക്കാം. മലങ്കര ഡാം കാണുന്നവരൊക്കെ വന്ന് ഈ വഴി വരിക കേട്ടോ. ഇനിയും ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.